അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചക്ക വെച്ചിട്ടുള്ള പൊരിയാണ്, ചക്കപ്പൊരി. പഴംപൊരി പോലുള്ള ചക്കപ്പൊരി. എന്നെ നിങ്ങൾ തല്ലരുത്, എനിക്കറിയാം കുറേ പേർക്ക് ഇപ്പം എന്നോട് ദേഷ്യമുണ്ട്, ചേച്ചിക്ക് ചക്കയില്ലാണ്ട് വേറെ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല എന്ന്. ഞാൻ സത്യം പറയാം, എനിക്ക് തന്നെ അറിയില്ല ഞാൻ ഇന്ന് ചക്ക ചെയ്യുന്നുള്ള കാര്യം. ഇത് സർപ്രൈസ് ആയിട്ടാണ് എനിക്ക് ചക്ക കിട്ടിയത്. ചക്ക കിട്ടിയപ്പോൾ ചക്കപ്പൊരി ചെയ്യാമെന്ന് വിചാരിച്ചത് മാത്രം. അപ്പോൾ ചക്ക കിട്ടുമ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് ആസ്വദിച്ച് ഇരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട എങ്ങനെയാണ് ചക്ക വെച്ചിട്ട് പൊരി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചക്ക പൊരിച്ചാലോ. അപ്പോൾ ഞാനിവിടെ 15 പീസ് ചക്കയുടെ ചുളയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞ് അതിൻ്റെ പുറത്തുള്ള ചവണിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കയാണിത്. ഒരു ചക്കച്ചുളനെ ഞാൻ പകുതിയായിട്ട് മുറിച്ചിട്ടുണ്ട്. അതായത് ഒരു ചക്കച്ചുളനെ 2 പീസായിട്ട് മുറിക്കുക. അങ്ങനെ 30 പീസ് ഉണ്ട്. ഇപ്പോൾ ഇനി ചക്ക പൊരിക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ 2 തരത്തിൽ കാണിച്ചു തരാം. ഒന്ന് ഹെൽത്തി വേർഷൻ, അതായത് ആട്ട വെച്ചും ചെയ്യാം, നമുക്ക് മൈദ വെച്ചും ചെയ്യാം. രണ്ടും ടേസ്റ്റിയാണ്. ഇതിന് പ്രത്യേകിച്ച് റെസിപ്പിയുടെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെ ആയിരിക്കാം. നമ്മുടെ പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ തുടങ്ങാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ആദ്യം മൈദ വെച്ചിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനുശേഷം ആട്ട വെച്ചിട്ട് ചെയ്യാം. ചെറിയ പോർഷനല്ലേ നമുക്ക് വേണ്ടു, അപ്പോൾ അധികമൊന്നും വേണ്ട. ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഞാനിപ്പോൾ ഇവിടെ അപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പൊടിയാണെങ്കിലും അരിപ്പൊടി ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ചക്കപ്പൊരിക്ക് കുറച്ചും കൂടി ഒന്ന് ക്രിസ്പിനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, നിർബന്ധമില്ല കേട്ടോ, ഇത് ഓപ്ഷനിലാണ്, റവ 1 ടീസ്പൂൺ റവ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. കളർ ചേർക്കണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇത് നമുക്ക് പഞ്ചസാര ചേർത്തും ഉണ്ടാക്കാം, പഞ്ചസാര ചേർക്കാതെയും ഉണ്ടാക്കാം. പക്ഷേ പിന്നെ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ശർക്കരയും ചേർക്കുന്നവരുണ്ട്. പക്ഷേ ടു ബി ഫ്രാങ്ക്, എനിക്ക് കൂടുതൽ ഇഷ്ടം പഞ്ചസാരയുടെ ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ പഞ്ചസാര ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാം. പിന്നെ എനിക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു നുള്ളു ഉപ്പാണ്. മധുരം ഒന്ന് ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഒഴിച്ച് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് അങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. ആദ്യം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക, എന്നിട്ട് നോക്കുക, എന്നിട്ട് പോരാൻ തോന്നുകയാണെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ ഒരു ഗ്ലാസ് എടുത്തിട്ട് മൊത്തത്തിൽ അങ്ങ് വെള്ളം ഒഴിക്കാൻ പാടില്ല. ചിലപ്പോൾ ബാറ്റർ അങ്ങ് ലൂസായിട്ട് മാറും. കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കണം. ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ ആക്കിയതിന് ശേഷം മിക്സിയിൽ കൊണ്ടുവന്ന് ഒറ്റ അടി അടിക്കും. അപ്പോൾ ഇതിലത്തെ കട്ടകളൊക്കെ പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞ് കിട്ടും. ഇപ്പോൾ മിക്സി കഴുകേണ്ട മടിയുള്ള ആൾക്കാരാണെങ്കിൽ ഇതേപോലെ തന്നെ സ്പൂണോ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴും നല്ല ലൂസാവും. അപ്പോൾ ഞാനിതിലേക്ക് 3/4 ഗ്ലാസ്സിനേക്കാളും കുറച്ച് കുറവ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. ഇതിലത്തെ കട്ടകളൊക്കെ മാക്സിമം ഉടഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. മധുരമൊക്കെ കറക്റ്റാണ്. ഇപ്പോൾ മധുരം അധികം ഇഷ്ടമില്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന റവ ഒന്ന് കുതിരണം. അപ്പോൾ ഇപ്പോൾ തന്നെ ഉണ്ടാക്കേണ്ട ഒരു 10 മിനിറ്റ് നമുക്ക് ബാറ്റർ മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഓരോ ചക്കയുടെ പീസും ഇതിൽ മുക്കി പൊരിച്ച് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മൈദ വെച്ചിട്ടുള്ള ബാറ്റർ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാം. സെയിം പോലെ തന്നെയാണ്, എന്നാലും ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരുന്നു എന്ന് മാത്രം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 വലിയ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നുള്ളൂ, കാരണം മൈദയുടെ ഓൾറെഡി ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ആട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം ഒരു നുള്ള് റവ ഇട്ട് കൊടുക്കുക. പിന്നെ അല്പം മാത്രം മഞ്ഞൾപ്പൊടി, ഇത് കളറിന്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാര. 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം ഉപ്പ്. നന്നായി മിക്സ് ചെയ്യുക, നേരത്തെ ചെയ്ത പോലെ തന്നെ. പിന്നെ ഞാനിപ്പോൾ ഇത്രയും ചെയ്യുന്നുള്ളൂ. അതേസമയം ചിലവർ ചെറിയ ജീരകം ചേർക്കാറുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. അതുപോലെ തന്നെ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറുത്ത എള്ള്, ഇത് 3ഉം ചേർത്ത് കൊടുക്കാം, ചേർക്കാതെ ഉണ്ടാക്കാം. എനിക്ക് ബേസിക്കലി പേഴ്സണലി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇത് 3ഉം ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് വേണമെങ്കിൽ
ഈ പറഞ്ഞ 3 ഐറ്റംസും ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം വേണം. കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കട്ടകളിങ്ങനെ ഉടയ്ക്കാൻ എളുപ്പമായിരിക്കും. അതിനുശേഷം പിന്നെ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കിതങ്ങ് ബാറ്റർ റെഡിയാക്കാൻ പറ്റും. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ചക്കയുടെ പീസ് എടുത്തിട്ട് ഇതേപോലെ ബാറ്ററിൽ മുക്കി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് വെള്ളം കൂടുതൽ തോന്നുകയാണെങ്കിൽ അല്പം മൈദയോ അല്ലെങ്കിൽ അല്പം ആട്ടയോ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി തിക്കാക്കി എടുക്കാം. അതുപോലെ തന്നെ തിക്കാണെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ലൂസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കൺസിസ്റ്റൻസി ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. നമുക്കിതും മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചക്ക പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി പൊരിച്ചെടുക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി കണ്ടിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിലും പൊരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലിലും പൊരിക്കാം. പുളിയുള്ള ചീനച്ചട്ടിക്ക് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. മീഡിയം ഫ്ലെയിമിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്ട്രെയിനർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ കിച്ചൻ ടിഷ്യൂ നിരത്തി റെഡിയാക്കി വെക്കുക കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്പം ഇതിലേക്ക് ഡ്രോപ്പ് ഒഴിച്ച് കൊടുക്കുക. ചൂടായിട്ടില്ല, അപ്പോൾ കുറച്ചും കൂടെ നേരം വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇത് ചൂടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചു വിടുന്നതിന് അത് മുകളിലോട്ട് പൊങ്ങി വരാനുള്ള ടെൻഡൻസി കാണിക്കുന്നത്. അപ്പോൾ ഇച്ചിരി സമയം എടുത്തിട്ടാണ് മുകളിലോട്ട് പൊങ്ങി വരുന്നത്. ഈ സമയത്ത് നമ്മൾ പഴംപൊരിയോ അല്ലെങ്കിൽ ഇതുപോലെ വറക്കാനുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എണ്ണ നന്നായിട്ട് അങ്ങ് വലിച്ചെടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എണ്ണയുടെ ചൂട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് എന്ന് എപ്പോഴും എടുത്ത് പറയാൻ കാരണം കേട്ടോ. ഞാനിപ്പോൾ മറ്റേ മുട്ട കട്ട്ലേറ്റ് ചെയ്ത ഒരുപാട് പേർക്ക് ശരിയായിട്ടുണ്ട്. അതേസമയം കുറച്ച് പേര് എന്നോട് പറഞ്ഞു ചേച്ചി അത് പൊട്ടി പോകുന്നുണ്ട്. അതിനുള്ള എല്ലാ ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ചുള്ളൊരു ടിപ്സാണ് ഈ പറഞ്ഞ പോലെ എണ്ണയുടെ ചൂട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. ചൂട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഏത് സാധനമാണെങ്കിലും പൊട്ടിപ്പോവും, അല്ലെങ്കിൽ എണ്ണ ഒരുപാട് അങ്ങ് വലിച്ചെടുക്കും കേട്ടോ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് നോക്കാം. കണ്ട, ഇപ്പോൾ അത് ഇട്ടപ്പോൾ നല്ലൊരു സൗണ്ടോട് കൂടി അങ്ങ് മുകളിലോട്ട് അങ്ങ് പൊന്തി വന്നിട്ട് അപ്പോൾ കറക്റ്റ് ചൂടാണെന്നാണ് എൻ്റെ അർത്ഥം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ബാറ്റർ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഓരോ ചക്കയും എടുക്കുക, ബാറ്ററിൽ മുക്കുക, എന്നിട്ട് ഇട്ട് കൊടുക്കുക. എന്താ മണം! ചക്ക എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫ്രൂട്ട് തന്നെയാണ് അല്ലേ. വേണമെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിലൊരു ചക്കയുടെ ചോള വേണമെങ്കിൽ വറക്കാട്ടോ. പക്ഷേ ഞാൻ പകുതിയാക്കി ഇടാനാണ് ഇഷ്ടപ്പെടുന്നത്. ചക്കപ്പഴം എന്ന് പറഞ്ഞാൽ എങ്ങനെ കഴിച്ചാലും ടേസ്റ്റുള്ളൊരു പഴമാണ് അല്ലേ. അപ്പോൾ ഇത് പൊരിച്ച് കഴിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ 4 മണിക്കൊക്കെ ഇങ്ങനെ പഴത്തിന് പകരം മറ്റേ കൊടുക്കാം. ചക്ക സീസണിൽ ചക്ക മലയാളികൾ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. നാട്ടിൽ ചക്കയൊക്കെ കിട്ടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ചക്കയുടെ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി നോക്കണം. അതിന് ഇടിയും ചക്ക കുറച്ച് മൂത്ത് കഴിഞ്ഞാൽ ചക്ക എരിശ്ശേരി, ചക്ക പുഴുക്ക്, പിന്നെ ഇതുപോലെ ഫ്രൂട്ട്സ് കൂടുതൽ പ്രിസർവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ചക്ക വരട്ടി വെക്കാം. അതിന് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചക്ക ഫ്രൈ ചെയ്ത് വെക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചക്ക കഴിക്കാം. പിന്നെ ചക്ക മടൽ വെച്ചിട്ട് ഐറ്റംസ് ചെയ്യാം. ഇവിടെയൊക്കെ ഞാൻ ദുബായിലായതുകൊണ്ട് എനിക്കതൊക്കെ ചെയ്യാനുള്ള സാഹചര്യം കുറവായതുകൊണ്ടാണ് എനിക്കിതൊന്നും ഇടാൻ പറ്റാത്തത്. അപ്പോൾ കിട്ടുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഐറ്റംസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ റെഡിയായി കഴിഞ്ഞാൽ ഇങ്ങനെ പതുക്കെ പൊന്തി വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ചിലർ ബേക്കിംഗ് പൗഡർ ഇടാറുണ്ട്, പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു ചെറിയൊരു ഗോൾഡൻ കളർ വരണം. അപ്പോൾ നല്ല ഗുണ്ടുമണി ആയിട്ടുണ്ട് ചക്കപ്പൊരി. ഇത് നമുക്കിതങ്ങ് തിരിച്ചിടാം. തിരിച്ചു മറിച്ചിട്ട് വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. ചെറിയൊരു ഗോൾഡൻ കളർ വരുന്ന സമയത്ത് നമുക്കങ്ങ് കോരിയെടുക്കാം. ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അയ്യോ എനിക്ക് ചക്ക കിട്ടാനില്ലല്ലോ, ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഇനി ജൂലൈയിൽ പോകുമ്പോൾ മഴക്കാലമാണ്, നല്ല ചക്ക കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടപ്പെട്ടിരിക്കും. ഇന്ന് രാവിലെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് എൻ്റെ നൈബർ തന്നു, ശ്രീജ. അപ്പോൾ ശ്രീജയുടെ ഹസ്ബൻഡ് പ്രവീൺ നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ചക്ക കൊണ്ടുവന്നു. അതിൻ്റെ ഒരു ചെറിയ കഷ്ണം എനിക്ക് തന്നു. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പ്രവീൺ ആൻഡ് ശ്രീജ. ഞാൻ ശരിക്കും എനിക്ക് സർപ്രൈസ് ആയിപ്പോയി. ഞാനിത് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ ഈ റെസിപ്പി. ചക്കയുടെ എന്ത് വിഭാണെങ്കിലും ഞാൻ കഴിക്കും, പക്ഷേ ഈ ചക്കപ്പൊരി ഫേവറേറ്റ് ആണ്. പഴംപൊരി പോലെ തന്നെ. നമ്മുടെ പഴംപൊരി കാണാത്തവർ കാണാൻ മറക്കരുത് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇട്ട വീഡിയോയിൽ ഒന്നാണ് പഴംപൊരിയുടെ വീഡിയോ. എന്നാൽ ഞാൻ പറയാറില്ലേ, സ്കൂളിൽ എൻ്റെ ഇരട്ടപ്പേരായിരുന്നു പഴംപൊരിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് എണ്ണ കുടിക്കും. എണ്ണ കുടിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം എണ്ണയുടെ ചൂട് കുറവാണ് എന്നാണ് കേട്ടോ. പിന്നെ ഇതിന് വരിക്കച്ചക്ക തന്നെ യൂസ് ചെയ്യണം. കൂഴച്ചക്ക യൂസ് ചെയ്യാൻ പാടില്ല. കൂഴച്ചക്ക ആണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് വരില്ല, ആകെ സോഗി ആയിട്ട് മാറും. നമ്മുടെ ഫിലിപ്പിനോ ബനാന ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് അതുപോലെ ആവും കൂഴച്ചക്ക ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാനതേ കോരാൻ പോവാണ് കേട്ടോ. നന്നായിട്ട് എണ്ണ കളഞ്ഞതിന് ശേഷം അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കിച്ചൻ ടിഷ്യൂവിലോട്ട് ഇട്ട് കൊടുക്കുക. ഇവിടെ ലുലുന്നൊക്കെ ചക്ക വാങ്ങിച്ചിട്ട് ചക്കപ്പൊരി ഉണ്ടാക്കാനൊന്നും മുതലാവില്ല. നമ്മൾ ചക്ക വാങ്ങിച്ച് കഴിഞ്ഞാൽ ഒരു 10 ചോള കിട്ടും, അത് കഴിക്കാനേ തോന്നുള്ളൂ. ഇതേപോലെ വേറെ ഒന്നും ഉണ്ടാക്കാൻ തോന്നാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയൊക്കെ കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ കാണിച്ചു തരാൻ പറ്റുള്ളൂ എനിക്ക്. ഇനി നമുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഇതും കൂടെ കാണിച്ചു തരാം. ബാക്കി എല്ലാം ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഗോതമ്പ് മാവിൻ്റെ ബാറ്റർ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ചക്കയുടെ
ഓരോ കഷ്ണങ്ങളിടുക, മുക്കുക, എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ ഇതിങ്ങനെ പൊന്തി വരില്ല കേട്ടോ. ഒരു ഇച്ചിരി നേരം എണ്ണയിൽ കിടന്ന് ഫ്രൈ ആയതിനു ശേഷം അതിങ്ങനെ നല്ല ഗുണ്ടുമണിയായിട്ട് വരിക. ആദ്യം തന്നെ അങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ നിങ്ങൾ ഇട്ട വശം തന്നെ അങ്ങനെ പൊന്തി വരാണ്ടാവുമ്പോൾ പേടിക്കരുത്. തിരിച്ചും മറിച്ച് ഇട്ടിട്ട് ഇതേപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചിട്ടാൽ മതി കേട്ടോ. അല്ല 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ചക്ക ഇങ്ങനെ നല്ല വീർത്ത് വന്നിട്ടുണ്ട്. ക്യാനിൽ വരുന്ന ചക്കയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സിറപ്പ് കംപ്ലീറ്റ് അങ്ങ് കളയുക. ഒരു സ്ട്രെയിനറിൽ കൂടെ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ക്യാൻഡ് ആയിട്ട് വരുന്ന ജാക്ക് ഫ്രൂട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഫ്രഷ് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ ക്യാൻഡ് ജാക്ക് ഫ്രൂട്ട് അവൈലബിൾ ആണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ചെയ്താലും മതി. ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു. ഞാൻ അവരുടെ പേര് മറന്നുപോയി. ചക്കയുടെ പ്രോഡക്റ്റ് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അതൊക്കെ കാണുമ്പോൾ. നാട്ടിലുള്ള ഇതേപോലെയുള്ള ഹൗസ് വൈഫ്സൊക്കെ ഇതേപോലെ മുന്നോട്ട് ഇറങ്ങണമെങ്കിൽ നമ്മുടെ ചക്കേനൊക്കെ ശരിക്കും ഇൻ്റർനാഷണൽ ലെവലോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ തായ്ലൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് ചക്കയുടെ. അപ്പോൾ നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ ചക്കയുടെ ഒരു കലവറ തന്നെയാണ് അല്ലേ. എന്നിട്ട് പോലും ശരിയായ രീതിയിൽ നമ്മൾ ചക്കനെ ആരും യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ ഒരു സങ്കടം തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ പറ്റുന്നുള്ള ആൾക്കാരൊക്കെ ചക്കനെ പ്രൊമോട്ട് ചെയ്യുക. പല പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാക്കി അത് മാർക്കറ്റിൽ വെക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് ആവശ്യക്കാരുണ്ടാവും. അതുപോലെ തന്നെ നമുക്കൊരു വരുമാനം കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഗോതമ്പ് കൊണ്ടുള്ള ചക്ക പൊരിയും റെഡി ആയിട്ടുണ്ട്. നമുക്കങ്ങ് കോരി മാറ്റാം കേട്ടോ. നമ്മൾ കോരി മാറ്റുന്ന സമയത്തും ഒരിക്കലും തീ കുറയ്ക്കാൻ പാടില്ല. ഈ ഇതിൽ തന്നെ ഇരിക്കണം, അല്ലെങ്കിലും എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ ജസ്റ്റ് കൊടുത്താൽ മതി. ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കിയതാണെന്നൊന്നും പറയണ്ട. അതൊക്കെ പറയുമ്പോൾ അയ്യോ എനിക്ക് വേണ്ടാന്ന് പറയും ചിലപ്പോൾ പിള്ളേർ. അത് കുട്ടികളുടെ ഒരു സൈക്കോളജിയാണ്. അതുകൊണ്ട് ജസ്റ്റ് അങ്ങ് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതേപോലെ അങ്ങ് പൊരിച്ചെടുക്കട്ടെ കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ ഇത് ടേസ്റ്റ് ചെയ്യുന്നത് വല്യമ്മയുടെ വീട്ടിൽ പോയപ്പോഴാണ്. വല്യമ്മ ഒന്നും ജീവിച്ചിരിപ്പില്ല. ഞാൻ വല്യമ്മനെ ഈ സമയത്ത് ഓർക്കുകയാണ്. അപ്പോൾ ഞാനെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി ഇത്ര മാവൊക്കെ വരില്ലേ, അത് കളയണ്ട. അത് ഇതേപോലെ തന്നെ എണ്ണയിലേക്ക് ഇങ്ങനെ ചുറ്റി ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കാം. അത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇതാ ഞാൻ മൊത്തത്തിലുള്ള ചക്ക, അതായത് 30 പീസ് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ ഏതാണ് ഗോതമ്പ് ഏതാണ് മൈദ എന്ന്? സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ക്രഞ്ചി, വാവ്. അതിനൊക്കെ നമ്മൾ ഹെവൻ ഡിവൈൻ എന്നൊക്കെ പറയാം. മൈ ഗോഡ്, എന്ത് ടേസ്റ്റാണ്. ഞാൻ ഇനി നിങ്ങളെ കൊതിപ്പിച്ചാൽ ശരിയാവില്ല. അപ്പോൾ ചക്കപ്പഴം അവൈലബിൾ ആയിട്ടുള്ള എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് പറയണം. നിങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കാം എങ്കിൽ പോലും ഇത് കണ്ടിട്ട് വീണ്ടും ട്രൈ ചെയ്യാം. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. എനിക്ക് ഇത്ര കുഴപ്പമില്ല, ഇഷ്ടമല്ല. ഇതാണ് എൻ്റെ ഇഷ്ടമുള്ള ഫുഡ്. ഇത്രയും നമ്മൾ സംഹേലായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ നേരിട്ട് പൊട്ടിക്കില്ലായിരുന്നു. സംഹേല അച്ഛനമ്മയുടെ കൂടെ ഇതെടുത്താൽ മതിയാ. അത്രേന് എൻ്റെ അമ്മ 23 റൺസ്. അന്നാ അവള് ഫസ്റ്റ് വന്നപ്പോൾ കിട്ടിയില്ല. കിട്ടിയില്ല.